മാനുഷിക മൂല്യങ്ങളെ മുറുകെ പിടിച്ചുകൊണ്ടുള്ള മിഷണറി ദൗത്യം കാലിക പ്രസക്തമെന്ന് കോട്ടയം അതിരൂപത അധ്യക്ഷൻ ആർച്ച് ബിഷപ്പ് മാർ മാത്യു മൂലക്കാട്ട് ഉത്ബോധിപ്പിച്ചു. പ്രതികൂല സാഹചര്യങ്ങളിൽ തളരാതെ ഇച്ഛാശക്തിയോടുകൂടി ദൈവത്തിൽ ആശ്രയിച്ച് മുന്നേറുവാൻ മിഷണറിമാർക്ക് കഴിയണമെന്നും വ്യക്തമാക്കി. കോട്ടയം അതിരൂപതയുടെ നേതൃത്വത്തിൽ മിഷൻ പ്രവർത്തനങ്ങളിൽ വ്യാപൃതരായിരിക്കുന്ന ജ്ഞാനായ സമുദായാംഗങ്ങളായ വൈദികരെയും സന്യസ്തരെയും പങ്കെടുപ്പിച്ചുകൊണ്ട് തെള്ളകം ചൈതന്യയിൽ സംഘടിപ്പിച്ച മിഷണറി സംഗമത്തിന്റെ ഉദ്ഘാടനം നിർവഹിച്ച് സംസാരിക്കുകയായിരുന്നു അഭിമന്യ പിതാവ്. ഒരിക്കലും നിരാശപ്പെടുത്തുന്നതല്ല, ഏത് പ്രതികൂല സാഹചര്യത്തിലും ധൈര്യപൂർവ്വം ദൈവത്തോട് ചേർന്ന് മുന്നോട്ട് പോകാനായിട്ട് നമുക്ക് സാധിക്കുക എന്നുള്ളതിൻ്റെ ഒരു ഉദാഹരണമാണ് സിനി നമ്മോട് പറഞ്ഞത്, സ്ത്രീയാലയത്വത്തെക്കുറിച്ച് പറഞ്ഞത്. അതുകൊണ്ട് നമുക്ക് എല്ലാ സാഹചര്യങ്ങളും എപ്പോഴും അനുകൂലമല്ല, പക്ഷേ നമുക്കറിയാം പ്രതികൂല സാഹചര്യങ്ങളാണ് പലപ്പോഴും നാം ആഗ്രഹിക്കുന്നതിനേക്കാൾ കൂടുതൽ നന്മകൾ ഉളവാക്കുവാൻ കാരണമെന്നുള്ളത് നമ്മൾ ഒരിക്കലും മറന്നു പോകരുത്. അതുകൊണ്ട് അവയിലൂടെയും ദൈവം പ്രവർത്തിക്കുകയും ദൈവം ആഗ്രഹിക്കുന്ന നന്മകൾ വളരാൻ അനുവദിക്കുകയും ചെയ്യും എന്നുള്ളത് ഓർമ്മിക്കുക. ഏതു സാഹചര്യത്തിലും കർത്താവിനായിട്ട് ദൈവരാജ്യത്തിനായിട്ട് നീക്കി വയ്ക്കപ്പെട്ടവരെന്നുള്ള നിലയിൽ നമ്മൾ ജാഗ്രതയോടെ വർത്തിക്കുക. മിഷണറി ചൈതന്യമില്ലാതെ സഭ നിർജീവമായിട്ടുള്ള സഭയാണെന്നും മൂലക്കാട്ട് പിതാവ് കൂട്ടിച്ചേർത്തു. കോട്ടയം അതിരൂപത സഹായമെത്രാൻ മാർ ജോസഫ് പണ്ടാരശ്ശേരിൽ, വികാരി ജനറൽമാരായ റെവറൽ ഫാദർ തോമസ് ആനിമൂട്ടിൽ, ഫാദർ മൈക്കിൾ വെട്ടിക്കാട്ട്, കോട്ടയം അതിരൂപത പാസ്റ്ററൽ കോർഡിനേറ്റർ റെവറൽ ഡോക്ടർ മാത്യു മണക്കാട്ട്, ചൈതന്യ പാസ്റ്ററൽ സെന്റർ ഡയറക്ടർ ഫാദർ സുനിൽ പെരുമാനൂർ എന്നിവരും സംഗമത്തിൽ പങ്കെടുത്തു. സംഗമത്തോടനുബന്ധിച്ച് നടത്തപ്പെട്ട പരിശുദ്ധ കുർബാനയ്ക്ക് മാർ മാത്യു മൂലക്കാട്ട് മുഖ്യ കാർമ്മികത്വം വഹിച്ചു. തുടർന്ന് മിഷണറിമാരുടെ അനുഭവം പങ്കുവയ്ക്കുകയും വീഡിയോ പ്രസന്റേഷൻസും ചർച്ചകളും ആക്ഷൻ പ്ലാൻ രൂപീകരണവും മിഷണറിമാരെ ആദരിക്കലും നടത്തപ്പെട്ടു. 100ഓളം വൈദിക സന്യസ്ത മിഷണറിമാർ സംഗമത്തിൽ പങ്കെടുത്തു. ഷെഗനാനൂസ്, കോട്ടയം.